നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കേരളത്തിൽ UDF തമ്മിലടി, കസേരയ്ക്കുള്ളടി തകൃതിയായി നടത്തുമ്പോൾ കളത്തിൽ പുതിയ കളിയുമായി എത്തിയിരിക്കുകയാണ് PV അൻവർ. അധികാരം ഇനി UDFന്റെ കൈകളിൽ ഭദ്രം ആണെന്ന മുൻവിധിയോടെയാണ് പുതിയ കളിയുമായി എത്തിയിരിക്കുന്നത്. ഇനി തൃണമൂലിനൊപ്പം നിന്നിട്ട് വലിയ പ്രയോജനമില്ല. അതാണ് അവസാനം പാർട്ടി വിടുക എന്ന തീരുമാനത്തിൽ PV അൻവറിനെ എത്തിച്ചിരിക്കുന്നത്. ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും താൻ വിജയിക്കാൻ സാധ്യതയില്ല എന്ന സത്യാവസ്ഥ ഇതിനോടകം തന്നെ അൻവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതേസമയം UDF അധികാരത്തിലെത്തുകയും ചെയ്യും. എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും അധികാര സ്ഥാനത്ത് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് എത്തണമെങ്കിൽ അവിടെ തൃണമൂൽ ഒരു വിലങ്ങ് തടിയായി മാറാതിരിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് തൃണമൂലുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും UDFും രാഷ്ട്രീയ വൈരികളാണ്, അതായത് പശ്ചിമ ബംഗാളിൽ. അതുകൊണ്ട് സ്വാഭാവികമായും തൃണമൂൽ തുടർന്നാൽ തനിക്ക് കിട്ടേണ്ട പല സ്ഥാനമാനങ്ങളും സ്വന്തം കയ്യിൽ നിന്നും വഴുതി പോകുമെന്ന തിരിച്ചറിവാണ് അൻവറിന് ഈ പ്രഖ്യാപനത്തിന് പിന്നിലുള്ളത്. പുതിയ പാർട്ടി രൂപീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വയ്ക്കുന്ന ആശയഘടനയോട് സമരപ്പെടുന്ന പാർട്ടിയായി രൂപീകരിക്കും. മെയ് 15-നുള്ളിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നും തനിക്ക് യാതൊരുവിധ പിന്തുണയും ലഭിക്കുന്നില്ല എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസുമായി തൃണമൂലിന് സഹകരിക്കാൻ താല്പര്യമില്ല. അതേസമയം നിലവിൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാണ് PV അൻവർ. LDFുമായുള്ള സഹകരണം അവസാനിപ്പിച്ച ശേഷം അൻവർ പുതിയ രാഷ്ട്രീയ ഉദ്യമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ കേരള ഘടകം രൂപീകരിക്കാനുള്ള നീക്കവും ഏറെ വിവാദമായി മാറി. യഥാർത്ഥ തൃണമൂൽ തങ്ങളാണ് എന്ന് വാദിച്ച് മറ്റൊരു വിഭാഗവും സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു. എന്തായാലും CPM-നോട് കലഹിച്ച് പാർട്ടിയിൽ നിന്നും വിട്ട് തൃണമൂൽ അംഗമാവുകയായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ CPM-ൽ നിന്നും ഇറങ്ങി ആരും അഭയം നൽകാതിരുന്ന സമയത്ത് തൃണമൂൽ അഭയസ്ഥാനം നൽകിയതും. എന്നാൽ UDFിലേക്ക് പഴയ വാതിൽ തുറന്നിട്ടതോടെയാണ് പുതിയ നീക്കം ശക്തമാക്കിയതും. ബേപ്പൂരിൽ അൻവറിനെ ഇറക്കി കളിച്ചതും VD സതീശിന്റെ കൃത്യമായ തന്ത്രമായിരുന്നു. ഈ തുറപ്പുചീട്ട് ഉപയോഗിച്ച് റിയാസിനെ മൂക്കും കുത്തിക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ കണക്കുകൂട്ടൽ വിലപ്പോവില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ട് എങ്കിലും മന്ത്രി റിയാസിന് കാര്യങ്ങൾ അനുകൂലമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. കേരളത്തിൽ രൂപീകരിക്കുന്ന തന്റെ പാർട്ടി പിണറായി സത്തെ നഖശികാന്തം എതിർക്കും എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. എന്തായാലും തദ്ദേശീയ നേതൃത്വത്തിന് കോൺഗ്രസിനോടുള്ള അകൽച്ചയാണ് പുതിയ പാർട്ടി രൂപീകരണത്തിന് അൻവർ തീരുമാനിച്ചതിന് പിന്നിലുള്ള കാരണം. എന്തായാലും ബേപ്പൂരിൽ പരാജയം അൻവർ ഏറ്റുവാങ്ങിയാലും അൻവർ എന്ന രാഷ്ട്രീയക്കാരന് മുന്നിൽ തുറക്കുന്നത് നിരവധി സാധ്യതകളാണ്. MLA ആയില്ലെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ വിവിധ കോർപ്പറേഷനുകളിൽ ചെയർമാൻ സ്ഥാനങ്ങൾ പരിഗണിക്കും. അതായത് തൃണമൂൽ വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നതിലൂടെ ഈ സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള തടസ്സം മാറിക്കിട്ടും. CPM-നെതിരെയും പിണറായി സർക്കാരിനെതിരെയും പോരാടി എന്ന കാരണത്താൽ UDFിനുള്ളിൽ ഉന്നത പദവികൾ നൽകാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് UDFിന്റെ പ്രധാന മുഖമായി അൻവർ തുടരും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തന്റെ പാർട്ടിയെ ശക്തമായി വളർത്തിയെടുക്കുകയാണ് അൻവറിന്റെ ലക്ഷ്യം.